ഹായ്, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാതെ എന്തായെന്ന് കണ്ടോ. ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായി. തുറന്ന് നോക്കാം നമുക്ക്. കണ്ടോ, നമുക്ക് വേറെണ്ണം എടുത്ത് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉപ്പിലിട്ടേന്ന് നോക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പം നമുക്കിന്ന് ഉപ്പിലിടാം. ഉപ്പിലിടാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരട്ടെ. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. കണ്ടോ, 2 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇത്തിരി മുന്തി നിൽക്കണം നമുക്ക്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിറയെ 2 സ്പൂൺ ഒഴിച്ചോട്ടോ. 2 ടേബിൾ സ്പൂണാണത്. നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അഴുക്കൊന്നുമില്ല. നമ്മൾ നല്ല ഉപ്പാണത്, അഴുക്കൊന്നുള്ള ഉപ്പല്ലത്. നമ്മളെപ്പോഴും ഉപ്പിലിടാനും അച്ചാറിനൊക്കെ കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഉപ്പിന്. പൊടിയുപ്പ്, കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മളിന്ന് ഉപ്പിലിടാനായിട്ട് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 കിലോ ഉണ്ട്. നന്നായിട്ട് പഴുത്തതാണ്, നല്ല മധുരമുള്ളതാണ്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവരാം. ഇത് നമ്മൾ തൊലി കളയുന്നതിന് മുമ്പ് തന്നെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഇതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായാൽ നമ്മുടെ ഉപ്പിലിടുന്നത് പൂത്തു പോകും. അത് കാരണം ഞാനിത് കഴുകി തുടച്ച് വൃത്തിയായിട്ട് ഉണങ്ങിയതാണിത്. ഇനിയിപ്പോൾ തൊലി കളഞ്ഞിട്ട് കഴുകൊന്നും വേണ്ട നമുക്ക്. നമ്മളൊരു പുതിയ കട്ടിങ് ബോർഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഭംഗിയുണ്ടോ? ഭംഗിയുണ്ടോ ഈ പറഞ്ഞോളാം. നമ്മളിന്ന് പൈനാപ്പിൾ മുറിച്ചിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളിത് തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പൂഞ്ഞുണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നമുക്ക് കളയാം. ഇതിപ്പോൾ ഉപ്പിലിടുന്ന കാരണം കൊണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉപ്പിലിടുന്നതല്ലേ, അപ്പോൾ അതിലേക്ക് ഉപ്പ് പിടിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കളയാം, അല്ല വേണമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ അത് കളയാം. ഞാനിപ്പോൾ ഇത് കളയുന്നുണ്ട് കേട്ടോ. കളയാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം ഇത് ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ അതിന് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇതും കളയാം നമുക്ക്. കുറച്ച് ചെത്തി കളഞ്ഞാൽ മതി. കൂടുതൽ എത്തുമ്പോൾ ഒടിഞ്ഞു പോവുക. ഈ ഒരു ലെവലിൽ നമുക്ക് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കഴിയാറായി കേട്ടോ. ഈ ഒരളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ കഴുകി വൃത്തിയായിട്ട് തുടച്ചെടുത്തേക്കുന്നതാണ്. അതിൻ്റെ ഈ ചുണ്ട് ഭാഗം ഒന്ന് കീറി കൊടുക്കാം. കണ്ട, കണ്ടാക്കി ഇടണ്ട, അങ്ങനെ കീറി കൊടുക്കാം നമുക്ക്. ഞെട്ടിടക്കം ഞാൻ എടുത്തേക്കുന്നത്.
നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെയും കൂടി ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് അതിൽ ഇത്തിരി എരിവ് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിലിടുന്നത് പൂത്തു പോവും. നമുക്ക് ഇറുക്കി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെല്ലാം കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച് ഇതൊക്കെ അരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളം ചൂടാറി ചെറിയൊരു ചൂടുള്ള നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റാണ് നമ്മുടെ വെള്ളം. ഉണ്ടോ? മുളക് നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കാം. നമ്മൾ കൈതച്ചക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത ദിവസം, ഒരു ദിവസം ഇരുന്നാൽ മതി, അടുത്ത ദിവസം തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. വളരെ ടേസ്റ്റിയാണിത്. നമ്മൾ മുളകിൻ്റെ എരിവും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അപ്പോൾ കുട്ടികൾക്കിത് നല്ല ഇഷ്ടമാണിത്. അവർക്ക് ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ ആദ്യം നാളൊന്ന് വെച്ച് ബൂത്തിടേണ്ട വരില്ല. ഇത് പെട്ടെന്ന് തന്നെ അത് കാലിയായിക്കോളും. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ നമ്മുടെ ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.